എല്ലാവർക്കും 6-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് കടക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ AI-യുടെ കൺട്രോൾ ശരിക്കും ഏറ്റെടുക്കാൻ പഠിക്കുന്നത്. ഒരു കാറിന്റെ സ്റ്റിയറിംഗ് പോലെയാണ് ഇൻസ്ട്രക്ഷനുകൾ. അത് ലൂസാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് വണ്ടി എത്തണമെന്നില്ല, അല്ലേ? അപ്പോൾ ഇൻസ്ട്രക്ഷൻ പ്രോംപ്റ്റിംഗ് ഉപയോഗിച്ച് ആ സ്റ്റിയറിംഗ് എങ്ങനെ ടൈറ്റാക്കാം എന്ന് നോക്കിയാലോ? ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾ സ്വയം പലതവണ ചോദിച്ചിട്ടുണ്ടാകും, അല്ലേ? ചിലപ്പോൾ കിട്ടുന്ന റിസൾട്ട് കിടുക്കനായിരിക്കും, വേറെ ചിലപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ എന്ന് തോന്നിപ്പോകും. ഈയൊരു സ്ഥിരതയില്ലായ്മയാണ് പലരെയും AI-യെ ഒരു വിശ്വസനീയമായ ടൂളായി കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് AI-യുടെ കുറവല്ല, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയുടെ ഒരു പ്രശ്നമാണ്. ഈ സ്ലൈഡിലൊന്ന് നോക്കി. ഇതാണ് നമ്മൾ പറയുന്ന പ്രശ്നത്തിന്റെ കറക്റ്റ് ഉദാഹരണം. നമ്മളൊരു കൂട്ടുകാരനോട് പറയുന്ന പോലെ ഈ മീറ്റിംഗ് ഒന്ന് സംഗ്രഹിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ AI-ക്ക് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളോ നമ്മുടെ യഥാർത്ഥ ഉദ്ദേശമോ ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന റിസൾട്ടോ ടെക്നിക്കലി കറക്റ്റാണ്, പക്ഷെ നമുക്കതുകൊണ്ട് ഒരു കാര്യവുമില്ലാത്തൊരു മറുപടി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി തന്നെ ഒന്ന് മാറ്റേണ്ടത്. AI-യെ ഒരു ക്രിയേറ്റീവായ സഹപ്രവർത്തകനായി കാണുന്നത് നിർത്തിയിട്ട് പകരം നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു ഹൈപ്പർ ലിറ്ററൽ എഞ്ചിനായിട്ട് കാണാൻ തുടങ്ങണം. അതിനോട് വെറുതെ സംസാരിച്ചിരിക്കാതെ അതിന് കമാൻഡുകൾ കൊടുക്കണം, കൃത്യമായ കമാൻഡുകൾ. ഈ ഒരു രീതിയെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ പ്രോംപ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ ഇൻസ്ട്രക്ഷനും ഒരു കോഡ് പോലെ ആയിരിക്കണം, ഒരു സംശയത്തിനും ഇടയില്ലാത്ത അത്രയ്ക്ക് ക്ലിയർ. വ്യക്തതയാണ് നമുക്ക് സ്ഥിരതയുള്ള റിസൾട്ട്സ് തരുന്നതിനുള്ള താക്കോൽ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ എങ്ങനെയാണ് ഇത്രയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? അതിന് നമുക്ക് എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാൻ പറ്റുന്ന 3 വഴികളുണ്ട്, അല്ലെങ്കിൽ 3 തൂണുകളെന്ന് പറയാം. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഒരേപോലുള്ള നല്ല റിസൾട്ട്സ് ഉറപ്പാക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം ഇതാണ്: എപ്പോഴും ശക്തമായ ആക്ഷൻ ഓറിയന്റഡ് വാക്കുകൾ ഉപയോഗിക്കുക. അതായത് നോക്കൂ, ചിന്തിക്കൂ എന്നൊക്കെ പറയുന്നതിന് പകരം കുറച്ചുകൂടി സ്ട്രോങ് ആയ വാക്കുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് വിശകലനം ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക, താരതമ്യം ചെയ്യുക, തരംതിരിക്കുക എന്നൊക്കെ. ഇത് AI-ക്ക് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു സംശയവുമില്ലാത്ത വിധം ക്ലിയർ ഡയറക്ഷൻ കൊടുക്കും. ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരാം. അതായത് ഒരു വലിയ ടാസ്ക് ഒറ്റയടിക്ക് കൊടുക്കുന്നതിനു പകരം അതിനെ ചെറിയ സിമ്പിൾ സ്റ്റെപ്പുകളായിട്ട് അങ്ങ് പൊളിച്ചെടുക്കുക. ഇതിനെ ലീസ്റ്റ് ടു മോസ്റ്റ് പ്രോംപ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ഒരു വലിയ കോംപ്ലക്സ് ടാസ്ക് ഒറ്റയടിക്ക് കൊടുത്താൽ AI-ക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം, തെറ്റുകൾ വരാം. പക്ഷേ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കൊടുക്കുമ്പോഴോ ഓരോന്നും കൃത്യമായി ചെയ്ത് അടുത്തതിലേക്ക് പോകാനാകും. ഇത് കിട്ടുന്ന റിസൾട്ടിന്റെ കൃത്യത ഒരുപാട് കൂട്ടും. ഇനി മൂന്നാമത്തെ കാര്യം: ചെറിയ, നല്ല, രസമുള്ള എന്നൊക്കെയുള്ള വാക്കുകൾ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് കൃത്യമായ അളക്കാൻ പറ്റുന്ന പരിധികൾ വയ്ക്കുക. കാരണം എന്താണ് നല്ലത് എന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ? AI-ക്കും അങ്ങനെ തന്നെയാണ്. അതിനു പകരം എത്ര വാക്കുകൾ വേണം, എന്ത് ടോണിൽ എഴുതണം, ഏതൊക്കെ കീവേഡുകൾ ഉൾപ്പെടുത്തണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ കൃത്യമായി പറയുക. ഇത് കൺഫ്യൂഷൻ പൂർണ്ണമായും ഇല്ലാതാക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുമിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കിയാലോ? ഒരു സാധാരണ കുഴഞ്ഞുമറിഞ്ഞ സംഭാഷണത്തെ എങ്ങനെ നല്ല ക്ലീൻ ആൽഗറിതം പോലുള്ളൊരു പ്രോംപ്റ്റാക്കി മാറ്റാമെന്ന് നമുക്ക് കാണാം. ഇത് നോക്കൂ. നമ്മൾ സാധാരണ അയക്കുന്ന പോലത്തെ ഒരു ഇമെയിൽ. ഒരു മനുഷ്യന് ഇത് വായിച്ചാൽ സംഭവം പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഒരു AI-യെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഹായ്, ഒന്ന് നോക്കാമോ, അറിയിക്കണേ, നന്ദി എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ശരിക്കുള്ള നിർദ്ദേശം ഈ സംസാരത്തിനിടയിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുകയാണ്. കണ്ടോ? ആ മെസ്സി ഇമെയിലിൽ നിന്ന് നമുക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ പുറത്തെടുക്കുക. അതിൻ്റെ അൽഗോരിതം നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. നമുക്ക് വേണ്ടതെന്തൊക്കെയാണ്? ഉൽപ്പന്നത്തിൻ്റെ വിവരണം, അതിൻ്റെ SKU അല്ലെങ്കിൽ യൂണിക്കോഡ്, എത്ര എണ്ണം വേണം, ഓരോന്നിൻ്റെയും വില, ഓരോന്നിനും ഒരു ഡാറ്റ ടൈപ്പും കൂടി കൊടുക്കുന്നത്, അതായത് സ്ട്രിംഗ് ആണോ നമ്പർ ആണോ എന്നൊക്കെ പറയുന്നത് AI-യുടെ ജോലി ഒന്നുകൂടി എളുപ്പമാക്കും. അപ്പോൾ ഇതാണ് ആ ട്രാൻസ്ഫോർമേഷൻ. കണ്ടില്ലേ വ്യത്യാസം? ഇടതുവശത്ത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലത്തെ ഒരു അഭ്യർത്ഥന, വലതുവശത്ത് ഒരു മെഷീനിനെ ഒരു സംശയവുമില്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്. ഈ മാറ്റം എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. നമ്മളൊരു അഭ്യർത്ഥനയെ ഒരു കമാൻഡാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്നല്ലേ? നിങ്ങളുടെ ജോലിയെ ഇതെങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളം പ്രെഡിക്റ്റബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അതോടെ കൺട്രോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലായി. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. എപ്പോഴും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. നിങ്ങളുടെ ടാസ്കിന് ഒരു സ്ട്രക്ചർ കൊടുക്കുക. പിന്നെ ഡേറ്റ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുകൂടി മുൻകൂട്ടി പറയുക.
ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അൽഗോരിതങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുകയാണ്. ഇത് AI-യെ ഒരു വെറും കളിപ്പാട്ടത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ടൂളാക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു മെഷീനോട് സംസാരിക്കുന്നത് പോലെ കൃത്യമായി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചു. പക്ഷേ ഒരു എക്സ്പേർട്ട് കോപ്പിറൈറ്ററെ പോലെയോ അല്ലെങ്കിൽ നല്ല ക്ഷമയുള്ളൊരു കസ്റ്റമർ സപ്പോർട്ട് ഏജന്റിനെ പോലെയോ സംസാരിക്കാൻ AI-യോട് എങ്ങനെ പറയും? അതാണ് നമ്മൾ അടുത്ത ദിവസം പഠിക്കാൻ പോകുന്നത്, റോളും പേഴ്സോണ പ്രോംപ്റ്റിങ്ങും. അടുത്ത ഭാഗം മിസ് ചെയ്യരുത്.